ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം തടയാൻ പോലീസും സിനിമാ സംഘടനകളും പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒന്നും ഫലം കണ്ടിട്ടില്ല. ലൊക്കേഷനുകളിലെ പോലീസ് പരിശോധന ഇപ്പോഴും നടക്കുന്നില്ല. ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്ന് ഫെഫ്കയും പ്രഖ്യാപിച്ചിരുന്നു. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഈ ഒരുപാട് ലഹരി കേസുകൾ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കേട്ടപ്പോൾ അതുമൂലമുണ്ടാവുന്ന ആക്രമണങ്ങളൊക്കെ പെരുകിയപ്പോൾ നമുക്കറിയാം എക്സൈസും പോലീസും ഒക്കെ കോളേജ് ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിലേക്കും ക്യാമ്പസുകളിലേക്കും ഇരച്ചു കയറി ചെല്ലുന്നു നമ്മൾ കാണുന്നുണ്ട്. നല്ലത് തന്നെയാണ്, അത്തരം പരിശോധനകൾ ശക്തമായി തന്നെ നടക്കുന്നു. പക്ഷേ ഇത്തരം ലൊക്കേഷനുകളിലേക്കൊന്നും അങ്ങനെ ഇരച്ചു കയറുന്നത് നമ്മൾ കാണാറില്ലല്ലോ അർജുൻ. ഈ സിനിമയ്ക്കകത്തു നിന്ന് തന്നെ പല ചലച്ചിത്ര സംഘടനകളും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരുന്നു അല്ലേ? റോഷ്നി, അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെയായി കൊക്കൈൻ അടക്കമുള്ള മാരക ലഹരി മരുന്നുകളൊക്കെ തന്നെ സിനിമാ മേഖലയിൽ നിർബാധം ഉപയോഗിക്കുന്നുണ്ട്. അവ ലൊക്കേഷനുകളിലും മറ്റ് സെറ്റുകളിലുമൊക്കെ തന്നെ എത്തുന്നുണ്ട് എന്ന വിവരം പോലീസിനറിയാം. അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇത് നിയന്ത്രിക്കാൻ ഒരു പോംവഴിയും പോലീസിനോ എക്സൈസിനോ സർക്കാരിനോ സിനിമാ സംഘടനകൾക്കോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് വീണ്ടും ഇത്തരത്തിൽ എല്ലാ ലൊക്കേഷനുകളിലും പോലീസ് പരിശോധന ഉണ്ടാകും എന്ന് പോലീസ് തന്നെ അറിയിച്ചത്. പക്ഷേ അതിപ്പോഴും ഒരു പരിശോധനയും നടക്കുന്നില്ല. പ്രത്യേകിച്ച് അതിൽ ചില പരിമിതികളുണ്ട് എന്നാണ് പോലീസും എക്സൈസും പറയുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ചില ലൊക്കേഷനുകളിൽ അതും സൂപ്പർ താരങ്ങളടക്കം അഭിനയിക്കുന്ന ചിത്രങ്ങളായിരിക്കും, സൂപ്പർ സംവിധായകരായിരിക്കും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അഭിനേതാക്കളടക്കം അഭിനയിക്കുന്ന അത്ര താരങ്ങളുള്ള സിനിമാ ലൊക്കേഷനുകളിൽ കയറി അത്തരത്തിൽ സിനിമാ ഷൂട്ടിങ്ങിനടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പരിശോധനകൾ പ്രാവർത്തികമാകാറില്ല എന്നുള്ളതാണ് പോലീസും എക്സൈസും പറയുന്നത്. മാത്രമല്ല, നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം മറ്റൊരു കണ്ടെത്തൽ കൂടി നടത്തിയിരുന്നു. അതായത് ഈ മിക്ക സിനിമാ ലൊക്കേഷനുകളിലും അവിടെ ഈ ഷൂട്ടിംഗ് പൂർത്തിയാകുമ്പോൾ പാക്കപ്പ് പാർട്ടികൾ നടത്താറുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലൊക്കേഷനിൽ സിനിമാ ഷൂട്ടിംഗ് പൂർത്തിയാക്കി അവിടെയുള്ള അണിയറ പ്രവർത്തകരും ഈ താരങ്ങളുമൊക്കെ തന്നെ ആ സിനിമാ ലൊക്കേഷനിൽ നിന്നും പിരിയുമ്പോൾ അവിടെ ഒരു പാർട്ടി നടക്കാറുണ്ട്. അവിടെയും ഇത്തരത്തിൽ നിർബാധം ലഹരി മരുന്നുകൾ എത്താറുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അതിലും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ കഞ്ചാവോ അല്ലെങ്കിൽ MDMO മാത്രമല്ല, കൊക്കൈൻ അടക്കമുള്ള വലിയ ലഹരി മരുന്നുകളാണ് ഇത്തരം ലൊക്കേഷനിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ വലിയ പ്രതിഫലം വാങ്ങിയാണ് ഇവർ പലരും അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെതായ യാതൊരു പരിമിതികളും പല സിനിമാ താരങ്ങൾക്കുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുക, അവ പരീക്ഷിക്കുക എന്ന ആഗ്രഹത്തോടും ലക്ഷ്യത്തോടു കൂടിയായിരിക്കും പലരും ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഓം പ്രകാശിൻ്റെ ഒപ്പം അന്ന് ആ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ശ്രീനാഥ് ഭാസി ഒപ്പം പ്രയാഗ മാർട്ടിനൊക്കെ തന്നെ എത്തിയിരുന്നു. അന്ന് ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ച സൂചന ഇത് പുതിയ ഒരു ലഹരി മരുന്നിൻ്റെ പരീക്ഷണമാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണ് അവിടെ നടന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ആ കേസിൻ്റെ അന്വേഷണവും പിന്നീട് വഴിമുട്ടുന്നത് കണ്ടത്. എന്തായാലും ഇതിൽ സിനിമാ നിർമ്മാതാക്കളും അതോടൊപ്പം തന്നെ സംവിധായകരും പല പരാതികളും ഉയർത്താറുണ്ട്. ഈ പല താരങ്ങളും ലഹരി മരുന്ന് ഉപയോഗിച്ച് അവരെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ലൊക്കേഷനിൽ അവർ പെരുമാറുന്നു. മാത്രവുമല്ല, സിനിമ ഷൂട്ടിങ്ങിനടക്കം തടസ്സപ്പെടുത്തുന്നു. മാത്രവുമല്ല, പലപ്പോഴും ഇവർ ഈ ഡേറ്റ് അടക്കം പാലിക്കാതെ അത്തരത്തിൽ സിനിമ ഷൂട്ടിംഗ് വൈകിപ്പിക്കുന്നു തുടങ്ങിയ പരാതികൾ നേരത്തെയും നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ തന്നെ ഉയർത്തിയിരുന്നു. പക്ഷേ അപ്പോഴും അതിനും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫെഫ്ക അടക്കം ചില ജാഗ്രതാ സമിതികൾ ഈ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ രൂപീകരിക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. അതിൽ സംവിധായകൻ, അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ, സാങ്കേതിക മേഖലയിലുള്ള ആളുകൾ ഇവയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കണമെന്ന നിർദ്ദേശം വെച്ചിരുന്നു. പക്ഷേ അതും എത്രത്തോളം ഫലം കണ്ടു എന്നത് വ്യക്തമല്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നേരത്തെ ശരിയാണ് അർജുൻ പറയുന്നത് പോലെ ഇതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമാ താരങ്ങൾക്ക് മാത്രമായി എന്താണ് ഇത്ര പ്രത്യേകത, സിനിമാ പ്രവർത്തകർക്ക് മാത്രമായി എന്തിനാണ് ഇത്ര പരിഗണന എന്നുള്ളത് ചോദ്യം തന്നെയാണ്. കാരണം ഇതിലൊന്നും ഒരു നടപടികളും ഇല്ലാതെ പോകുമ്പോൾ അത് കൂടുതൽ സാധാരണക്കാർക്ക് ആ സംശയം കൂടുതൽ ഉണ്ടാക്കുകയേ ചെയ്യുകയുള്ളൂ.